നമ്മൾ സിനിമകളിൽ കണ്ട എല്ലാ കാര്യങ്ങളും ഒറിജിനൽ ആണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഒറിജിനൽ ആണെന്ന് നമ്മൾ വിശ്വസിച്ച പല കാര്യങ്ങളും വാസ്തവത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മലയാള സിനിമയിലെ പല സീനുകൾ, ഡയലോഗുകൾ, നടീനടന്മാരുടെ വേഷങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പലയിടത്തു നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതിനെ കോപ്പിയടി എന്നോ റഫറൻസ് എന്നോ അടിച്ചുമാറ്റലെന്നോ ഇൻസ്പിറേഷൻ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അത്തരത്തിൽ മലയാള സിനിമയിൽ നമ്മൾ കണ്ട ചില ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രാധാന്യം നമ്മൾ ഇതിന് കൊടുക്കുന്നില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവായി വീഡിയോ കാണുക. വിധേയൻ. ഈ സിനിമകളിൽ ചില കഥാപാത്രങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ വേണ്ടി ചില സബ് ടെക്സ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ സിനിമയിലെ കഥാപാത്രത്തിന്റെ നെഗറ്റീവ് ഷെയ്ഡ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഡെവിൾ ഹോൺ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില സിനിമകളായ മാസ്റ്റർ, ഗുഡ് ബാഡ് അഗ്ലി, റെട്രോ തുടങ്ങിയ ചില സിനിമകളിൽ ഇത്തരം സബ് ടെക്സ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം തുടക്കമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് 1994 മമ്മൂട്ടി സിനിമയായ വിധേയനാണെന്നാണ്. ഭാസ്കര പട്ടേലർ എന്ന മമ്മൂട്ടിയുടെ നെഗറ്റീവ് കഥാപാത്രത്തെ കാണിക്കാൻ വേണ്ടി അടൂർ ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ച ഈ ഒരു സബ് ടെക്സ്റ്റ് ആണ് പിന്നീട് പല സിനിമകളിലും ഉപയോഗിച്ചതെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ സംഭവം അങ്ങനൊന്നുമല്ല. വാസ്തവത്തിൽ വിധേയൻ ഇറങ്ങുന്നതിനും 4 വർഷങ്ങൾക്ക് മുൻപ് 1990 പുറത്തിറങ്ങിയ ട്വിൻ പീക്സ് എന്ന അമേരിക്കൻ TV സീരീസിലെ ഒരു ഭാഗത്താണ് ഇത്തരത്തിലൊരു സബ് ടെക്സ്റ്റ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഈ TV സീരീസ് 90കളുടെ തുടക്കത്തിൽ ട്രെൻഡിംഗ് ആയി ആളുകൾ കണ്ടിരുന്ന ഒന്നാണ്. ലോക സിനിമകൾ ശ്രദ്ധിച്ചിരുന്ന അടൂർ ഗോപാലകൃഷ്ണനും ഒരുപക്ഷെ ഈ ഒരു സബ് ടെക്സ്റ്റ് ശ്രദ്ധിക്കാനും സാധ്യതയുണ്ട്. ട്വിൻ പീക്സിലെ ഈ ഒരു രംഗത്തിൽ നിന്നുമായിരിക്കാം വിധേയനിലെ ആ ഒരു ഭാഗം ചെയ്യാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇടയാക്കിയത്. എന്തൊക്കെയാണെങ്കിലും ഇത്രയും കാലം ഒറിജിനൽ ആണെന്ന് വിശ്വസിച്ചിരുന്നത് വാസ്തവത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കുണുക്കിട്ട കോഴി. 1992 വിജി തമ്പി സിനിമയാണ് കുണുക്കിട്ട കോഴി. ഈ സിനിമയിലെ ജഗദീഷ് ഇന്റർവ്യൂവിന് പോകുന്ന രംഗം കാണാത്തവരായി അധികമാരും ഉണ്ടായിരിക്കില്ല. ഇന്റർവ്യൂവിന് ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ജഗദീഷിന് എളുപ്പത്തിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി മാനേജറിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ജോലി മേടിക്കാൻ ജഗദീഷ് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണെന്ന് ജഗദീഷ് ആ ഒരു സീനിൽ പറയുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും. എന്നാൽ പിന്നീടാണ് മനസ്സിലാവുന്നത് ഇന്റർവ്യൂ ചെയ്യുന്ന മാനേജർ മാറിപ്പോയെന്ന്. അങ്ങനെ ജഗദീഷിന് ആ ഒരു ജോലി നഷ്ടപ്പെടുന്നു. എന്നാൽ വളരെ ഫേമസ് ആയ ഈ സിനിമയിലെ ഈ ഒരു രംഗം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതായത് ഈ സിനിമ ഇറങ്ങുന്നതിനും 1 വർഷം മുൻപ് പുറത്തിറങ്ങിയ 1991 ചെപ്പ് കളിക്കണ ചങ്ങാതിയിലെ സീനാണ് ഒറിജിനൽ. ആ സിനിമയിൽ ഒരുപാട് പേര് ജോലിക്ക് വന്ന ഇന്റർവ്യൂവിൽ മുകേഷിന് പെട്ടെന്ന് ജോലി കിട്ടുന്നതിന് വേണ്ടി മാനേജറുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജഗദീഷ് മുകേഷിന് പറഞ്ഞു കൊടുക്കുകയും അത് അതുപോലെ മുകേഷ് മാനേജറോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയും ക്രിക്കറ്റ് തനിക്ക് ഇഷ്ടമാണെന്ന് മുകേഷ് പറയുന്നുണ്ട്. പിന്നെ ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ് സാർ. എന്നാൽ പതിവ് പോലെ ഇന്റർവ്യൂ ചെയ്യുന്ന മാനേജർ മാറിപ്പോവുകയും അങ്ങനെ മുകേഷിന് ആ ഒരു ജോലി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. 2 സിനിമയിലും ഒരേ സീനുകൾ, ഒരേ ഡയലോഗുകൾ. ഷാർജയിലെ ഇന്ത്യ പാകിസ്ഥാൻ കളി സാർ കണ്ടോ? ഞാൻ ഷാർജ കപ്പ് കാണാൻ ദുബായി പോയനെ. അതുമാത്രമല്ല ഈ 2 സിനിമയിലും ഇന്റർവ്യൂവിന് വരുന്ന വ്യക്തിയോട് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഓഫീസിലെ പിയൂണാണ്. അതോടൊപ്പം ഈ 2 സിനിമയിലും ജഗദീഷിനെ ആ സീനുകളിൽ കാണാൻ കഴിയും. എന്നാലും എന്ത് അടിച്ചുമാറ്റലാണല്ലേ? കോടതി സമക്ഷം ബാലം വക്കീൽ. 2019 ബി ഉണ്ണികൃഷ്ണൻ ദിലീപ് സിനിമയാണ് കോടതി സമക്ഷം ബാലം വക്കീൽ. സിനിമയിലെ ഒരു ഭാഗത്തായി സുരാജ് വെഞ്ഞാറമൂടിന് അടി കിട്ടിയ ശേഷം പറയുന്ന ഒരു കോമഡി ഡയലോഗ് ഉണ്ട്. മോനെ ഛർദിക്കാൻ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, അമ്മ പോയിട്ട് വാ. എന്നാൽ ആ ഒരു സീനിൽ സുരാജ് വെഞ്ഞാറമൂട് പറയുന്ന ആ ഒരു ഡയലോഗ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഈ സിനിമ ഇറങ്ങുന്നതിനും 9 വർഷം മുൻപ് പുറത്തിറങ്ങിയ 2010 ടിൻഡുമോൻ അനിമേഷനിലെ ഡയലോഗാണ് ഒറിജിനൽ. ഛർദിക്കാൻ വരുന്നുണ്ടോന്ന്? ഇല്ല, ഡോക്ടർ വേണം, പോയിക്കോ. എന്താലേ ഡിറ്റോ കോപ്പി. ഇതുപോലുള്ള ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദിലീപിന്റെ സിനിമകളിലും മറ്റ് സിനിമകളിലും ഉപയോഗിച്ച ഒരേ സംഭവങ്ങളെ കുറിച്ച് ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയുക. മെമ്മറീസ്. 2013 ജിത്തു ജോസഫ് സിനിമയാണ് മെമ്മറീസ്. ഈ സിനിമ ഏതോ ഒരു കൊറിയൻ സിനിമയിൽ നിന്നും അടിച്ചു മാറ്റിയതാണെന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനാണ് ക്ലൈമാക്സിൽ വില്ലനെ കൊല്ലുന്ന സീൻ. അതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ആ ഒരു സീൻ ഡിറ്റോ കോപ്പിയാണ്? അത് പക്ഷേ കൊറിയൻ സിനിമയിൽ നിന്നൊന്നുമല്ല. ഈ സിനിമ ഇറങ്ങുന്നതിനും 16 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ അമേരിക്കൻ ത്രില്ലർ സിനിമയായ കിസ് ദ ഗേൾസിലെ ക്ലൈമാക്സ് രംഗമാണ് അതേപടി മെമ്മറീസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മെമ്മറീസിലേതുപോലെ തന്നെ ആ സിനിമയിലും വില്ലന്റെ കഥാപാത്രം ഗ്യാസ് ലീക്കാക്കി ലൈറ്റർ കത്തിക്കാൻ തുടങ്ങുമ്പോൾ മോർഗൻ ഫ്രീമാന്റെ ഡിറ്റക്റ്റീവ് കഥാപാത്രം അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. രണ്ടും ഒരേ സീനുകൾ, ഒരേ രീതി. ആകെയുള്ള 2 വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മെമ്മറീസിൽ അക്വേറിയം ബോൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു, ഈ സിനിമയിൽ പാൽ പാക്കറ്റ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. ഇനി മെമ്മറീസിൽ നായകൻ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഈ സിനിമയിലെ നായകൻ ഡിറ്റക്റ്റീവ് ആണ്. അത്രയുള്ള വ്യത്യാസം. ഇത് കോപ്പിയടിയാണോ, അടിച്ചുമാറ്റലാണോ, ഇൻസ്പിറേഷൻ ആണോ, റെഫറൻസ് ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.
വിനോദയാത്ര. 2007 സത്യനന്ദിക്കാട് ദിലീപ് സിനിമയാണ് വിനോദയാത്ര. ഈ സിനിമയിലെ ഗണപതിയെക്കുറിച്ച് ചോദിച്ചാൽ ഗണപതി പാടിയ പാലും പഴവും എന്ന പാട്ടായിരിക്കും ഒരുപക്ഷെ മിക്ക ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? വാസ്തവത്തിൽ അതൊരു പഴയ തമിഴ് പാട്ടാണ്. പക്ഷേ ആ പാട്ട് വെറുതെ പാടിയത് കൊണ്ടല്ല ശ്രദ്ധിക്കപ്പെട്ടത്. പകരം അതേ വരികൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാടിയപ്പോഴാണ് ആ ഒരു പാട്ട് അവിടെ ഹൈലൈറ്റ് ആയത്. എന്നാൽ ഈ ഒരു ആശയം 6 വർഷം മുൻപ് പുറത്തിറങ്ങിയ മറ്റൊരു മലയാള സിനിമയിൽ ഇതേ രീതിയിൽ കാണാൻ കഴിയും. 2001 കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയിലെ ഹരിശ്രീ അശോകന്റെ കഥാപാത്രം ചായക്കടയിൽ നിന്നുകൊണ്ട് ഇതേ പാട്ട് ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്ത് പാടുന്നുണ്ട്. അങ്ങനെ ആ ഒരു വരി റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോഴാണ് ആ സിനിമയിലും ആ ഒരു പാട്ട് കോമഡിയായി വർക്കൗട്ടായത്. അങ്ങനെ ഈ ഒരു സീനാണ് പിന്നീട് വിനോദയാത്രയിലും അതേപടി എടുത്ത് ഉപയോഗിച്ച് കാണിച്ചത്. അതുമാത്രമല്ല, വിനോദയാത്രയിലെ പല സീനുകളും ഒരു കൊറിയൻ പടത്തിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന്റെ ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഛോട്ടാ മുംബൈ. 2007 മോഹൻലാൽ സിനിമയാണ് ഛോട്ടാ മുംബൈ. സിനിമയിലെ ഒരു ഭാഗത്തായി മോഹൻലാലിന് ഭാവനയെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഭാവനയുടെ ലത എന്ന പേര് കേട്ട് ബിജുക്കുട്ടൻ ആ ഒരു സമയത്ത് ഒരു കോമഡി ഡയലോഗ് പറയുന്നുണ്ട്. കാര്യം നിസ്സാരമാണെങ്കിൽ പോലും ഇതേ ഡയലോഗ് മറ്റൊരു മലയാള സിനിമയിൽ മുൻപ് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഇറങ്ങുന്നതിനും 6 വർഷം മുൻപ് പുറത്തിറങ്ങിയ 2001 ദോസ്ത് എന്ന സിനിമയിൽ കലാഭവൻ മണി ബിന്ദു പണിക്കരുടെ മൂത്ത് നോക്കി പറയുന്ന ഡയലോഗും ഇത് തന്നെയാണ്. സംഭവം ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും സിനിമ കണ്ടപ്പോൾ എത്ര പേർ ഇത് ശ്രദ്ധിച്ചിരുന്നു? ഓഫീസർ ഓൺ ഡ്യൂട്ടി. 2025 കുഞ്ചാക്കോ ബോബൻ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സിനിമയിലെ വിശാഖ് നായർ അവതരിപ്പിച്ച ക്രിസ്റ്റി സേവിയോ എന്ന കൊടൂര വില്ലനെ ആരും മറക്കാനിടയില്ല. അത്രയ്ക്കും മാരക പെർഫോമൻസ് ആയിരുന്നു ആള് സിനിമയിൽ ചെയ്തു വെച്ചത്. ആളെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടി തോന്നിക്കും. പ്രത്യേകിച്ചും ആളുടെ വസ്ത്രധാരണം, ഹെയർ സ്റ്റൈല്, മുഖത്തെ പ്രത്യേക ആക്ഷൻ എല്ലാം. കഥ നടക്കുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ടും ബാംഗ്ലൂരിലെ ഡ്രഗിനെ കുറിച്ച് പറയുന്നത് കൊണ്ടും വിശാഖ് നായരുടെ ഈ ഒരു കഥാപാത്രത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് മിക്ക ആളുകളുടെ മനസ്സിലേക്കും ഓടി വന്നത് ജോണി വാക്കറിലെ സാമി എന്ന കഥാപാത്രത്തെയാണ്. ഒന്ന് പെട്ടെന്ന് നോക്കിയാൽ വിശാഖിന്റെ ആ ഒരു കഥാപാത്രം സാമിയുടെ കഥാപാത്രത്തിൽ നിന്നും റെഫറൻസ് ആയി എടുത്തിട്ടുള്ളതാണെന്ന് തോന്നിപ്പോകും. കാരണം ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും ആറ്റിറ്റ്യൂഡുമെല്ലാം രണ്ട് കഥാപാത്രങ്ങൾക്കും ഓൾമോസ്റ്റ് സിമിലർ ആണ്. വാസ്തവത്തിൽ ഈ സിനിമയിലെ വിശാഖ് നായരുടെ കഥാപാത്രത്തിന്റെ റെഫറൻസ് ആയി എടുത്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫറായ ജയ് ഓസയാണ്. ജയ് ഓസയുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും മറ്റും കൃത്യമായി എടുത്തിട്ടാണ് വിശാഖ് നായരുടെ കഥാപാത്രത്തെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടാക്കിയെടുത്തത്. ജയ് ഓസ ഇന്ത്യയിലെയും അമേരിക്കയിലെയും സിനിമകൾക്കും TV സീരീസിനും ക്യാമറ ചലിപ്പിച്ച വ്യക്തിയാണ്. ഗള്ളി ബോയ്, ജോധ അക്ബർ, സൈക്കോ രാമൻ എന്നിവയെല്ലാം അദ്ദേഹം ക്യാമറയിൽ പകർത്തിയ സിനിമകളാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു? അറിയാമായിരുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഐഡന്റിറ്റി. 2025 ടൊവിനോ തോമസ് സിനിമയാണ് ഐഡന്റിറ്റി. സിനിമയുടെ ക്ലൈമാക്സിൽ ഫ്ലൈറ്റിൽ വെച്ച് ടൊവിനോയുടെ കഥാപാത്രം വില്ലനെ കൊല്ലുന്ന ഒരു കിടിലൻ സീനുണ്ട്. വിമാനത്തിനുള്ളിലെ ഫൈറ്റിനിടയിൽ വെച്ച് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിലത്തുനിന്നും ഉയർന്നു വന്ന തോക്കിനെ ചാടിപ്പിടിച്ച് ഒരു പ്രത്യേക സ്റ്റൈലിൽ നായകൻ ഷൂട്ട് ചെയ്ത് വില്ലനെ കൊല്ലുന്നു. കാര്യം കിടിലൻ സീനാണെങ്കിൽ പോലും ഇതൊന്നും ഒറിജിനൽ അല്ല, പകരം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 2014 നോൺ സ്റ്റോപ്പ് എന്ന ഹോളിവുഡ് സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് വില്ലനെ കൊല്ലുന്ന അതേ സീനിന്റെ ഡിറ്റോ കോപ്പിയാണ് ഐഡന്റിറ്റിയിലെ ആ ഒരു സീൻ. ഈ സിനിമയിലും വിമാനത്തിനുള്ളിലെ വില്ലനുമായുള്ള ഫൈറ്റും വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നിലത്തുനിന്നും ഉയർന്നു പൊങ്ങിയ തോക്ക് ചാടിയെടുത്ത് സ്ലോ മോഷനിൽ വില്ലനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന നായകൻ. എന്നാൽ ഈ രണ്ട് സിനിമയിലെ സീനുകളിൽ ആകെ മാറ്റം വരുത്തിയത് ഒരിടത്ത് ലേഡി നായകനെതിരെ ഫൈറ്റ് ചെയ്യുന്നു, മറ്റൊരിടത്ത് ലേഡി നായകനെ സപ്പോർട്ട് ചെയ്യുന്നു, അത്രമാത്രം. നിങ്ങൾ ഈ രണ്ട് സിനിമകളുടെയും ക്ലൈമാക്സ് മാത്രം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സാമ്യതകൾ കണ്ടെത്താൻ കഴിയും. കുബേരൻ. 2002 ദിലീപ് സിനിമയാണ് കുബേരൻ. സിനിമയിൽ ദിലീപ് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് കോമഡികളിൽ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുചിരിച്ച ഏറ്റവും വലിയ കോമഡികളിൽ ഒന്നായിരുന്നു കൊട്ടാരത്തിൽ താമസിക്കുന്ന ദിലീപ് തന്റെ അണ്ടർവിയർ മൈക്രോവേവിനുള്ളിൽ നിന്നും ചൂടാക്കി എടുത്തുകൊണ്ട് പോകുന്ന സീൻ. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, പതിവ് പോലെ ഈ ഒരു സീനും ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഈ സിനിമ പുറത്തിറങ്ങുന്നതിനും 12 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ 1990 ഫ്രഷ് പ്രിൻസ് ഓഫ് ബെൽ എയർ എന്ന അമേരിക്കൻ കോമഡി TV സീരീസിലെ ഒരു ഭാഗത്ത് ഇതേ സീൻ കാണാൻ കഴിയും. അവിടെ വിൽ സ്മിത്തിന്റെ കഥാപാത്രം മൈക്രോവേവിനുള്ളിൽ നിന്നും തന്റെ നിക്കർ ചൂടാക്കി എടുത്തുകൊണ്ട് പോകുന്നതിന്റെ മറ്റൊരു വേർഷനാണ് ദിലീപ് കുബേരനിൽ കാണിച്ചത്. എന്നാലും എന്തൊരവസ്ഥയാണല്ലേ. ആലപ്പുഴ ജിംഖാന. 2025 ഖാലിദ് റഹ്മാൻ സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സിനിമയിലെ പഞ്ചാര പഞ്ച് എന്ന പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ ഈ സിനിമയിലെ അനഘ രവിയുടെ നടാഷ എന്ന ബോക്സറുടെ റീലുകൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും. സിനിമയിലെ നടാഷ എന്ന ബോക്സർ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം അവരുടെ ഒരു പ്രത്യേക ചിരിയും ഹെയർ സ്റ്റൈലും സ്റ്റൈലിഷ് മൂവ്മെന്റും പഞ്ചുമെല്ലാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ടാണ്. എന്നാൽ ഈ ഒരു കഥാപാത്രത്തെ സംവിധായകൻ രൂപപ്പെടുത്തിയെടുത്തത് സെർബിയൻ ബോക്സറായ ആന്റിയേല ഇലക്സിൽ നിന്നുമാണ്. ആന്റിയേല ഈലിക്സ് പങ്കെടുത്ത ഒരു ബോക്സിംഗ് മാച്ചിലെ അവരുടെ ഹെയർ സ്റ്റൈലും മൂവ്മെന്റും ചിരിയും ഇനി അവർക്കെതിരെ മത്സരിക്കുന്ന എതിരാളിയുടെ കോസ്റ്റ്യൂമും ഉൾപ്പെടെ എല്ലാം അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാനിൽ സംവിധായകൻ ഉപയോഗിച്ചിരുന്നു.
എന്നാൽ ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ഫൈറ്റിൽ ആന്റിയല തോറ്റുപോകുന്നു, സിനിമയിൽ കാണിക്കുന്ന ഫൈറ്റിൽ നടാഷ ജയിക്കുന്നു. എന്താലേ. തല്ലുമാല. മറ്റൊരു ഖാലിദ് റഹ്മാൻ സിനിമയാണ് 2022 തല്ലുമാല. സിനിമ ആകെ മൊത്തം കളർഫുൾ ആയിരുന്നു, പ്രത്യേകിച്ചും സിനിമയുടെ എഡിറ്റിംഗും കോസ്റ്റ്യൂമുമെല്ലാം. സിനിമയിലെ ടൊബിനോ തോമസിന്റെ മണവാളൻ വസീം എന്ന കഥാപാത്രം കല്യാണ സമയത്ത് ഇടുന്ന ഒരു ഡ്രസ് ഉണ്ട്. കണ്ടാൽ വളരെ ഭംഗി തോന്നിക്കുന്ന ആ ഒരു ഡ്രസ്സ് വാസ്തവത്തിൽ ഒറിജിനൽ അല്ല. ബ്രസീലിയൻ ഫുട്ബോൾ താരമായ നെയ്മർ ജൂനിയർ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇട്ട അതേ ഡ്രസ്സ് റെഫറൻസ് ആയി എടുത്തിട്ടാണ് തല്ലുമാലയിൽ ഉപയോഗിച്ചത്. നെയ്മർ ജൂനിയർ ഇട്ട ആ ഒരു സ്യൂട്ടിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായിരുന്നു. തല്ലുമാലയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത ഡിസൈനറായ മഷർ ഹംസയുടെ സെലക്ഷൻ ഏതായാലും ഗംഭീരമായിരുന്നു. സംഭവം ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ആണെങ്കിൽ പോലും എന്തായാലും പരിപാടി പൊളിയായിരുന്നു. സിനിമയിൽ ഒറിജിനൽ ആണെന്ന് നമ്മൾ വിശ്വസിച്ച പല ഡ്യൂപ്ലിക്കേറ്റ് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.